നമസ്കാരം. മേപ്പാടി ഉരുൾപൊട്ടൽ മേഖലയിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ദുരന്തത്തിന്റെ 9ാം ദിവസമായ ഇന്ന് വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. സൺറൈസ് വാലിയിൽ ഇന്നും പ്രത്യേക സംഘം പരിശോധന നടത്തും. ചാലിയാറിലെ ദുർഘട മേഖലയായ സൺറൈസ് വാലിയിൽ തെരച്ചിലിനുള്ള ദൗത്യ സംഘത്തെ ഹെലികോപ്റ്ററിലാണ് എത്തിച്ചത്. 6 കരസേനാംഗങ്ങളും പോലീസ് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലെ 4 പേരും 2 വനം വകുപ്പ് വാച്ചർമാരും അടങ്ങിയ സംഘത്തെയാണ് 2 തവണയായി ഹെലികോപ്റ്ററിലെത്തിച്ച് വടത്തിൻ്റെയും ബാസ്ക്കറ്റിൻ്റെയും സഹായത്തോടെ ഇറക്കിയത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഇറങ്ങിയ പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം 4 കിലോമീറ്റർ ദൂരം വരെ പരിശോധന നടത്തിയിരുന്നു. ഇന്ന് 6 കിലോമീറ്റർ വരെ തെരച്ചിൽ നടത്തും എന്നാണ് വിവരം. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ 224-ൽ എത്തി. 181 ശരീരഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. 154 പേരെ കാണാതായി. 88 പേർ ആശുപത്രികളിലുമാണ്. ചൂരൽമല ഭാഗത്ത് 9 ക്യാമ്പുകളിലാണ് 1381 പേർ കഴിയുന്നു. തിരിച്ചറിയാത്ത 218 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചിരിക്കുന്നത്. പുത്തുമലയിലെ ശ്മശാന ഭൂമി പ്രത്യേക വേലികെട്ടി തിരിച്ച് സ്ഥിരം ശ്മശാന ഭൂമിയാക്കും. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന സ്വകാര്യ ലാബുകളിലും ചെയ്യുന്ന കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ആരുടേതെന്നറിയാൻ DNA പരിശോധന ഇന്നു മുതൽ തുടങ്ങും. ഉറ്റവരെ തേടിയെത്തിയവരിൽ നിന്ന് ശേഖരിച്ച 100-ലധികം രക്തസാമ്പിളുകളുമായി ഇത് ഒത്തുനോക്കും. കേരള പോലീസിന്റെ കണ്ണൂർ റീജിയണൽ ഫോറൻസിക് ലാബിലാണ് പരിശോധന നടത്തുന്നത്. ശരീരഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ 400ഓളം സാമ്പിളുകൾ ലാബിലെത്തിച്ചിട്ടുണ്ട്.